ഈ സീസണിൽ മികച്ച പ്രകടനം നടത്തിയ 3 മികച്ച കളിക്കാരെ നമുക്ക് പരിചയപ്പെടാം. നമ്പർ 3 എർലിംഗ് ഹാലൻഡ്. ചാമ്പ്യൻസ് ലീഗിലെ അവിശ്വസനീയമായ ഗോൾ സ്കോറിംഗ് ആണ് മികച്ച പട്ടിക ഇടം നേടിക്കൊടുത്തത്. ഈ 20-കാരനായ സ്ട്രൈക്കർ 10 ഗോളും 2 അസിസ്റ്റും കൊടുത്തത് വെറും 7 കളികളിൽ നിന്ന് മാത്രമാണ്. ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ 2 മാച്ചസ് നഷ്ടപ്പെടുത്തിയിരുന്നു. അല്ലെങ്കിൽ ഇതിൽ മികച്ചതായിരിക്കുമായിരുന്നു ഈ താരത്തിൻ്റെ സ്ഥാനം. നമ്പർ 2 കിലിയാൻ എംബാപ്പെ. ഫുട്ബോൾ ലോകത്തിലെ മിന്നലാണ് ഈ താരം. കാരണം വേഗത്തിലുള്ള ഓട്ടവും ബോൾ കൺട്രോളും വിശ്വസിക്കാൻ പറ്റാത്ത ഫിനിഷിംഗ്, ഇതൊക്കെ നോക്കുമ്പോഴാണ് ഈ യുവ സ്ട്രൈക്കർ മികച്ച പട്ടികയിൽ ഇടം നേടുന്നത്. ഫ്രഞ്ച് ലീഗ് ഘട്ടത്തിൽ 27 ഗോളുകൾ വാരിക്കൂട്ടി ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയ എംബാപ്പെ 1 പോയിന്റ് നഷ്ടത്തിൽ ലീഗ് കിരീടം നഷ്ടമാക്കിയിരുന്നു PSG. എന്നാൽ ചാമ്പ്യൻസ് ലീഗിലെ തുടക്കം വളരെ മോശമായിരുന്നു എംബാപ്പയ്ക്ക്. പിന്നീടുള്ള മത്സരങ്ങളിൽ വളരെ മികച്ച പ്രകടനം നടത്തുകയും ബാഴ്സലോണയ്ക്കെതിരെ ഹാട്രിക് നേടുകയും ചെയ്തിരുന്നു ഈ താരം. നമ്പർ 1 എൻഗോളോ കാൻറ്റെ. ഈ കറുത്ത മുത്താണ് ചാമ്പ്യൻസ് ലീഗിലെ ഏറ്റവും മികച്ച പ്ലെയർ. വലിയ ഗെയിമൊന്നുമില്ല, എന്നാൽ ലോകോത്തര കളികൾ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞു ഈ താരത്തിന്. ഈ സീസണിൽ ചെൽസിക്ക് വേണ്ടി ബാക്ക് ടു ബാക്ക് മാച്ചും വിന്നിംഗ് പ്രകടനങ്ങൾ നടത്തുകയും എക്കാലത്തെ മികച്ച പ്രതിരോധ മിഡ്ഫീൽഡർമാരിൽ ഒരാളായി അദ്ദേഹത്തിൻ്റെ കഴിവ് പുറത്തെടുക്കുകയും ചെയ്തിരുന്നു. ഈ സീസണിലെ ഫൈനലിൽ അദ്ദേഹത്തിൻ്റെ ടാക്ലിംഗ് കഴിവ് കണ്ട് ഞെട്ടാത്തവർ വളരെ ചുരുക്കം പേർ മാത്രമായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ നിർണായക പോരാട്ട വീര്യം എടുത്തു പറയണം. റയൽ മാഡ്രിഡുമായുള്ള സെമി ഫൈനലിലും ഫൈനലിലും മാൻ ഓഫ് ദ മാച്ച് അവാർഡും അദ്ദേഹം നേടി. 13 മത്സരങ്ങളിൽ നിന്ന് വെറും 1 അസിസ്റ്റ് മാത്രമേ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചുള്ളൂ. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രതിരോധവും ഓൾറൗണ്ട് മികവുമാണ് ചാമ്പ്യൻസ് ലീഗിലെ മികച്ച കളിക്കാരനാക്കുന്നത്. എന്നാൽ ഈ വർഷത്തെ ബാലൻ ഡോർ പുരസ്കാരം ആർക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഫുട്ബോൾ ആരാധകർ. ഇപ്പോഴത്തെ കളിയുടെ മികവ് വെച്ച് നോക്കുമ്പോഴും ഇവരിൽ ഒരാൾക്കാകാൻ ചാൻസ് കൂടുതൽ. എന്നാൽ വരാനിരിക്കുന്ന കോപ്പ അമേരിക്കയിലെയും യൂറോ കപ്പിലെയും മികച്ച താരത്തെ കണക്കാക്കിയായിരിക്കും ബാലൻ ഡോർ പുരസ്കാരത്തിനുള്ള അർഹനെ തീരുമാനിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.